ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ 3 സ്റ്റാർ ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളെ കുറച്ച് ദിവസമായിട്ട് നമുക്ക് വലിയ വ്യൂസ് ഒന്നും ഇല്ല കേട്ടോ. എന്താണെന്നറിയില്ല, ഞാനിനി വീഡിയോസ് ഇടാഞ്ഞിട്ടാണെന്നറിയില്ല. നമ്മളത് ആദ്യത്തെ പോലെയുള്ള വ്യൂസ് ഒന്നും വരുന്നില്ല കേട്ടോ. അപ്പോൾ ആരും സപ്പോർട്ട് ചെയ്യുന്നൊന്നും ഇല്ലയെന്ന് വിചാരിക്കുന്നു. എന്തോ കുറഞ്ഞിരുന്നോ 2 പേരോ പേരിലെണ്ണാവുന്ന ആൾക്കാരേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ചെറിയൊരു വീഡിയോ ആയിട്ട് വന്ന കേട്ടോ. അപ്പോൾ ഞാൻ 2 ദിവസമായി വീഡിയോ ഇട്ടിട്ട്, അപ്പോൾ മക്കളുടെ എക്സാമും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെറിയ സ്ഥലത്തൊക്കെ പോകാണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പിന്നെ വീഡിയോ ഇടാനും പറ്റിയില്ല കേട്ടോ. പിന്നെ വീഡിയോ ഒന്നും എഡിറ്റ് വെച്ചതൊന്നും സ്റ്റോക്കും ഇല്ലായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ചെറിയൊരു വീഡിയോ ചെയ്യാൻ പോകാം കേട്ടോ. അപ്പോൾ നമ്മളെ വീട്ടിലുള്ള കോഴിക്കോടാട്ടോ ഈ ഒരു കാണുന്നത്. അപ്പോൾ ഞാൻ കുറേ ആയി വിചാരിക്കുന്നത് കോഴിക്കോട് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വലിയ വ്യൂസ് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാനത് അപ്ലോഡ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഇത് പുതിയ കൂടാണ്. ഇത് ഞാൻ ആദ്യം കോഴിക്കുഞ്ഞിനെ 2 ആഴ്ച പ്രായമുള്ള കോഴിക്കുഞ്ഞിനെ വാങ്ങി വളർത്തിയ കൂടാട്ടോ ഈ ഒരു കൂട്. അപ്പോൾ ഇത് ഫുള്ളും നെറ്റ് തന്നെയാട്ടോ വരുന്നത്. സൈഡ് ഫുള്ളും അധികം നെറ്റ് തന്നെയാണ് വരുന്നത്. പിന്നെ അടിഭാഗം നെറ്റ് തന്നെയാണ് വരുന്നത്. അങ്ങനെ പെട്ടെന്നൊന്നും നാശമാവില്ല കേട്ടോ. അപ്പോൾ നമ്മൾ പുതിയ ഈ ഒരു കൂടാട്ടോ, അത് പുതിയ കൂടാണ്. അപ്പോൾ അതിന് നമ്മൾ അതേപോലത്തെ അതിനെക്കാട്ടി കുറച്ചും കൂടി കട്ടിയുള്ള ഒരു നെറ്റാട്ടോ ഉപയോഗിച്ചത്. അപ്പോൾ നമ്മൾ ഈ സൈഡ് മൊത്തം നെറ്റ് തന്നെയാണ് ഇട്ടത്. അടി അതുപോലെ തന്നെ കൂടിൻ്റെ അടി നെറ്റ് തന്നെയാണുള്ളത്. ഇങ്ങനെയാകുമ്പോൾ നമുക്ക് വലിയ തോതിൽ കൂട് വൃത്തികേടാവില്ല. പിന്നെ സൈഡിൽ കൂടെയുള്ള ആ ഒരു പലകയിൽ വരുന്ന കോഴിക്കാഷ്ടം മാത്രമേ നമുക്ക് കുറച്ചും കൂടി വൃത്തികേടായി തോന്നുള്ളൂ. എന്നാലും വലിയ തോതിലുള്ള വൃത്തികേടൊന്നും നമുക്ക് അങ്ങനെ കാണാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ ഒരു പലകേൻ്റെ കൂടേ ഉള്ളൂ. അത് ചെറിയൊരു കൂടാട്ടോ. അതിൽ തന്നെ കോഴിക്കാഷ്ടം ആകുമ്പോൾ തന്നെ ഭയങ്കര സ്മെല്ലും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഞാൻ അതിലിടില്ല. പക്ഷേ കൂടൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അത് ഇങ്ങനെ കോഴിക്കാഷ്ടമൊക്കെ ഇങ്ങനെ ഇളക്കിയെടുത്ത് വൃത്തിയാക്കല കേട്ടോ. നെറ്റാകുമ്പോൾ വലിയ പ്രശ്നം വരില്ല. ഇനി വെള്ളമൊക്കെ ഇങ്ങനെ അടിച്ചു കൊടുത്ത് ജസ്റ്റ് ഒന്ന് കഴുകി കൊടുത്താൽ മതി കേട്ടോ. ഇങ്ങനെ തങ്ങി നിൽക്കുന്ന കാഷ്ടമൊക്കെ ഒന്ന് കഴുകി കൊടുത്താൽ മാത്രം മതി. എന്നാലും വലിയ തോതിലുള്ള കുഴപ്പങ്ങളൊന്നും നമുക്ക് കൂടുമായിട്ട് ഉണ്ടാവില്ല. എന്താ വെച്ചാൽ വലിയ വൃത്തികേടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ കൂട് താക്കുന്ന കുറച്ചും കൂടി ഹൈറ്റിലാട്ടോ വെച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ കോഴിൻ്റെ കൂടൊക്കെ കുറച്ചും കൂടി ഹൈറ്റിൽ വെക്കാൻ ശ്രദ്ധിക്കാം. അപ്പോൾ അതേപോലെ കോഴിക്കാഷ്ടമൊക്കെ താക്കുന്ന ഏറ്റവും അടിയിലേക്കായിട്ടുള്ള കൂടുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത രീതിക്കാണ് വെക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടി ഹൈറ്റിൽ വെക്കുമ്പോൾ എന്താ പറയുക, സ്മെല്ലും കാര്യങ്ങളൊക്കെ കുറയുകയും ചെയ്യും. ഇപ്പോൾ താക്കുന്ന ഞാനിവിടെ വലിയ നല്ല തടിച്ച തടി കഷ്ണം ഉപയോഗിച്ചിട്ടാട്ടോ കൂട് ഒന്നും കൂടി ഹൈറ്റിൽ വെച്ച് തന്നത്. ഞാനല്ല വെച്ചത്, ഹസ്ബൻഡാണ് വെച്ചത്. അപ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ എന്താ പറയുക, കുറച്ച് കാറ്റും വെളിച്ചവും വെയിലും ഒക്കെ ചൂടൊക്കെ ഇങ്ങനെ കിട്ടുമ്പം കോഴിക്കാഷ്ടമൊക്കെ ഉണങ്ങിക്കോളും. പിന്നെ നമുക്ക് അടിച്ചൊക്കെ വാരാനൊക്കെ എളുപ്പമാട്ടോ. നമ്മൾ കഴിവതും ഈ പലക ഉള്ള ആ ഒരു കൂട് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. ഈ ബ്രൂഡറിങ്ങിനൊക്കെ ആയിരിക്കും അങ്ങനത്തെ കൂട് നന്നാവുക, ചെറിയ കോഴിക്കുഞ്ഞുങ്ങൾക്കൊക്കെ. അത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലുള്ള കൂടായിരിക്കും കേട്ടോ ഒന്നും കൂടി ബെറ്ററായിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ അതിലെ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ആകുമ്പോൾ അതിൻ്റെ കഷ്ടമൊക്കെ അതന്നെ അങ്ങനെ കൊത്തിക്കഴിച്ച് അസുഖം പെട്ടെന്ന് വരാനും ഒക്കെ പെട്ടെന്ന് വരാനുള്ള ഒരു സാധ്യത ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെയുള്ള കൂട് തിരഞ്ഞെടുക്കുക. അല്ലെങ്കിൽ നമ്മളിപ്പോൾ പുറത്തൊക്കെ പോയി വാങ്ങുമ്പോൾ നമ്മളിങ്ങനെ പറഞ്ഞ് ചെയ്യിക്കണം. നമ്മളെ കൂട് നെറ്റ് അടി വേണം എന്നൊക്കെ പറഞ്ഞിങ്ങനെ നമ്മൾ പറഞ്ഞ് ചെയ്യിച്ച് നമ്മളിതാകുമ്പോൾ നല്ല റേറ്റും കാര്യങ്ങളൊക്കെ തന്നെ ആവും കേട്ടോ. ഇതിപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ കൂടായതുകൊണ്ട് വലിയ റിസ്ക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അതായത് നെറ്റും കുറച്ച് ആണിയും പിന്നെ നമ്മളെ വീട്ടിൽ പലകയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പലയിടക്ക് അല്ലെങ്കിൽ കുറച്ച് പൈസ കൊടുത്താൽ നമുക്ക് ഒരുപാട് പലകൾ കിട്ടും കേട്ടോ. അപ്പോൾ ഇത് നമ്മളെ ഹസ്ബൻഡ് ഉണ്ടാക്കി തന്ന കൂടാണ്. ഇവിടെയുള്ള കൂടൊക്കെ ഹസ്ബൻഡ് തന്നെയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ വലിയ പ്രശ്നമില്ല. അപ്പോൾ ചെറിയ കൂട് തന്നെയാണെങ്കിലും ഒരു 2000-2500 രൂപയൊക്കെ വില വരുന്നുണ്ട് കോഴിക്കൂടിനൊക്കെ. അപ്പോൾ ഇതേപോലെ പലയൊക്കെ നമ്മൾ ഐഡിയപരമായിട്ട് നമുക്ക് കോഴിക്കൂടൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് നമ്മളെ കൂടിൻ്റെ അടി ഇങ്ങനെ കാണിച്ചിരുന്നു വെച്ചാൽ കൂടിൻ്റെ അടി അത്രയും ഹൈറ്റിലാണ് നമ്മൾ കൂട് വെച്ചതെന്ന് ഉള്ളൊരിത് പറയാം കേട്ടോ. അപ്പോൾ നമ്മൾ കോഴിക്കാഷ്ടമൊക്കെ ഇതാക്കണം. ഞാനിപ്പോൾ ഒരു 3-4 ദിവസം ക്ലീൻ ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആട്ടോ കാണിച്ചു തരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ തിരക്കായിരുന്നു. അപ്പോൾ അതുകൊണ്ടാട്ടോ. അപ്പോൾ നമ്മൾ ഈ പറമ്പൊക്കെ ഇങ്ങനെ എപ്പോഴും അടിച്ച് വരുന്നതിനെ കൊണ്ട് കൂടിൻ്റെ അടി മാത്രം നമുക്ക് അങ്ങനെ അടിച്ച് വരും. അപ്പോൾ ഇതന്നെ അടിച്ച് വരി കളയണമല്ലോ. അപ്പോൾ കണ്ടില്ലേ, കുറച്ച് കൂട് ഹൈറ്റ് വെക്കുന്നതിനെ കൊണ്ടുള്ള ഗുണമാട്ടോ ഈ ഇത് കാണുന്നത്. അല്ലെങ്കിൽ കൂട് താത്തി വെക്കുമ്പോൾ അതിൻ്റെ ആ ഒരു നേല കൊണ്ട് ഈ കാഷ്ടമൊന്നും ഉണങ്ങിയില്ല, അങ്ങനെ തന്നെ ഉണ്ടാവും കേട്ടോ, കാറ്റും വെളിച്ചമൊന്നും കിടക്കാതെ. അപ്പോൾ ഇങ്ങനെ ചീഞ്ഞൊരവസ്ഥയ്ക്ക് പിന്നെ കോഴിക്കാട്ട ചീഞ്ഞ് വെള്ളത്തിൻ്റെ ഒരു അംശമൊക്കെ ആയാൽ തന്നെ ഭയങ്കര സ്മെല്ലും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഇതിപ്പോൾ സ്മെല്ലും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇപ്പോൾ ഒരുപാട് ഹൈറ്റ് ആയതുകൊണ്ട് തന്നെ സ്മെല്ലും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ പെട്ടെന്ന് നമുക്ക് വൃത്തിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ.
ഇതിപ്പോൾ ഈ ഒരു കൂട്ടിലാണ് നമ്മളെ വലിയ കോഴികളൊക്കെ ഉള്ളത്. വലിയ കോഴികൾ തന്നെ ഒരു കുറേ ഉണ്ട്, അതുകൊണ്ടാട്ടോ അങ്ങനെ ഒരുപാട് കഷ്ടം അങ്ങനെ ഉള്ളത്. അപ്പോൾ ഒരു കൂട്ടിലാണെങ്കിൽ പിന്നെ അവർ ആ കൂട്ടിൽ തന്നെയായിരിക്കും കയറുക, അല്ലെങ്കിൽ പിന്നെ നമ്മൾ മാറ്റിയിടണം. അതുകൊണ്ടാട്ടോ ഇത് നമ്മൾ താഴെ ഒരു താത്തി വെച്ച സ്ഥലം കേട്ടോ. അപ്പോൾ ആ ഒരു ഭാഗം കണ്ടില്ലേ, ഒരു നേലാണ് വന്നിരിക്കുന്നത് കണ്ടോ. കൂടിൻ്റെ ആ ഒരു ഭാഗത്തിൻ്റെ ആ ഒരു ഇതിൽ നേലുണ്ട്, അതുകൊണ്ട് തന്നെ കാഷ്ടമൊക്കെ ഉണങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ കുറച്ചും കൂടി ഹൈറ്റിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതായിരിക്കും കേട്ടോ സുഖം. നമുക്ക് കോഴിക്കാഷ്ടമൊക്കെ നമുക്ക് ഇങ്ങനെ അടിച്ച് വാരി നമുക്ക് എന്താ പറയുക വളമായിട്ടൊക്കെ ഉപയോഗിക്കാം. അപ്പം അതന്നെ നമുക്ക് ഉണങ്ങിക്കഴിഞ്ഞാൽ ചാക്കിലൊക്കെ ഇട്ട് എന്താ പറയുക സൂക്ഷിച്ച് വെച്ചിട്ട് നമുക്ക് വളമൊക്കെ ഇടുന്ന സമയത്ത് ഉപയോഗിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഇത് എൻ്റെ കയ്യിൽ ആദ്യം ഉണ്ടായിരുന്ന കൂടായിരുന്നു. ഇത് ഞാൻ താറാവിനെ വളർത്തിയൊരു കൂടായിരുന്നു കേട്ടോ. അപ്പം നമുക്കിതാ ഇതേപോലെ ഇതാക്കുന്നത് കണ്ടോ, മണ്ണിൽ തന്നെ ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് തന്നെ നമ്മളെ കോഴിക്കാഷ്ടമൊക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിരാവിലെ ഒന്നല്ല കേട്ടോ, ഇത് നല്ല വെയിലൊക്കെ അറച്ച് കഴിഞ്ഞാൽ എടുത്തതാട്ടോ വീഡിയോ. അപ്പോൾ രാവിലെ ആകുമ്പോൾ അവർ തലേന്ന് ഇട്ട കാഷ്ടമൊക്കെ ഉണ്ടാകുമ്പോൾ അത് ഉണങ്ങി വരാൻ ഇതാവില്ല, എന്നപ്പോൾ ഉണങ്ങിയിട്ടുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതാക്കുന്ന വെയിലിൻ്റെ ചൂടൊക്കെ തട്ടിയതിന് ശേഷം കേട്ടോ ഞാൻ അടിച്ചു വരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ 2-3 ദിവസം കൂടുമ്പോഴൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ നമുക്കിങ്ങനെ എന്താ പറയുക ഇങ്ങനെ കട്ട പിടിച്ച പോലെ നിൽക്കൊന്നുമില്ല. നമുക്കത് ഉണ്ടെങ്കിൽ തന്നെ നമുക്കൊരു കോലെടുത്തിട്ട് ഇങ്ങനെ തട്ടി മാറ്റിയാൽ തന്നെ മതി കേട്ടോ. അപ്പോൾ നമ്മളെ കോഴിക്കോടിൻ്റെ അടിയിലുള്ള ഇത് കണ്ടോ, നമ്മൾ കോഴിക്കാഷ്ടം ഉണ്ടാക്കുന്ന ഒരു ഇതുപോലും ഇല്ല കേട്ടോ. പിന്നെ കല്ലുള്ളതാണ്, അത് നമുക്ക് വലിയ ഇതിൽ എടുക്കാൻ പറ്റില്ല. കല്ല് മീൻകുളം ഉണ്ടായിരുന്നു അവിടെ, അപ്പോൾ അതിൻ്റെ ഒരു കല്ലാട്ടോ അവിടെ കാണുന്നത്. അപ്പോൾ നമ്മളെ കൂടിൻ്റെ അടി കണ്ടോ, അപ്പോൾ നന്നായിട്ട് തന്നെ വൃത്തിയായിട്ടുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ എന്താ വെച്ചാൽ കൂട് കുറച്ചും കൂടി ഹൈറ്റിൽ വെച്ചാലാട്ടോ ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റാം. അപ്പോൾ എന്താ പറയുക നമുക്ക് വലിയ സ്മെല്ലും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതിന് എത്ര കോഴികളാണെങ്കിലും നമുക്ക് ഇതേപോലെ അയച്ചിട്ട് വളർത്തുന്ന കോഴികളാട്ടോ പറയുന്നത്. അയച്ചിട്ട് വളർത്തുന്ന കോഴികളാണെങ്കിൽ കൂടിൻ്റെ അടിയിൽ ഇതേപോലെ നല്ല വൃത്തിയായിരിക്കും കേട്ടോ. ഇതിപ്പോൾ ഫ്രണ്ട് ഭാഗത്ത് തന്നെ വെച്ച് കേട്ടോ, വലിയ വൃത്തികേടും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് കാണിക്കാത്ത എന്താ വെച്ചാൽ നമ്മൾ കൂട് ഇപ്പോൾ കുറച്ച് പറഞ്ഞാൽ കുറച്ചായി, പക്ഷേ മഴയില്ലാത്തത് കൊണ്ട് ഞാൻ കൂടിൻ്റെ മേലുള്ള പ്ലാസ്റ്റിക്കൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് എടുത്ത് നല്ലോണം അല്ല, അതുകൊണ്ടാണ് ഞാൻ ഫുള്ളും കാണിക്കാത്തത്. അപ്പോൾ ഈ 2 കൂടാട്ടോ നല്ല വലിപ്പമുള്ള കൂടുകൾ. അപ്പോൾ ഇത് കുറച്ച് ഹൈറ്റിൽ ഇതേപോലെ നീളത്തിന് വെച്ചാട്ടോ. അപ്പോൾ ഇവർക്ക് കൂട് അടിച്ച സമയത്ത് ചെറിയ കയറാനുള്ളൊരു എന്താ പറയുക കോണിയൊക്കെ അടിക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്നും ഒരു അലകിൻ്റെ ഒരു കഷ്ണം ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് അപ്പോൾ അതിലിങ്ങ് കോഴി കയറിക്കോളും. അപ്പോൾ ഇതാണ് നമ്മളെ കൂട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ പറയുക നമ്മൾ ആദ്യമായിട്ട് കോഴിനൊക്കെ വളർത്തുന്നവർക്ക് ഉപകാരപ്രദമാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. പതിവ് പോലെ നമ്മൾ പറയുന്ന കാര്യങ്ങളാട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോ കാണാം.